ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. നമ്മളിന്ന് നോക്കുന്നത് ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ പുരുഷന്മാർ ഷർട്ട് ധരിക്കരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നുള്ളതിനെ കുറിച്ചാണ്. ചില ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോൾ പുരുഷന്മാർ ഷർട്ട് ധരിക്കരുതെന്ന് ആചാരവിധി ഉണ്ടെങ്കിലും ഇതിനെ പരിഹസിക്കാനാണ് പലരും സമയം കണ്ടെത്തുന്നത്. എന്നാൽ ഹൈന്ദവ വിശ്വാസ പ്രമാണം അനുസരിച്ച് മേൽവസ്ത്രം ധരിക്കാതെ തന്നെയാണ് അമ്പലത്തിനുള്ളിൽ പ്രവേശിക്കേണ്ടത്. ക്ഷേത്ര ദർശനം കൊണ്ട് ഒരു ഭക്തൻ ഉദ്ദേശിക്കുന്നത് ഈശ്വര ചൈതന്യം തന്നിൽ സന്നിവേശിപ്പിക്കലാണ്. ക്ഷേത്ര വാതിലിനു മുന്നിൽ ദൈവബിംബത്തിന് സമാന്തരമായി തൊഴുതു നിൽക്കുന്ന വ്യക്തിയിൽ ഈശ്വര ചൈതന്യം വന്നു നിറയുന്നുവെന്നാണ് സങ്കല്പം. ബിംബത്തിന്റെ മൂലാധാരം തുടങ്ങി ഷഡാധാരങ്ങൾ ഓരോന്നിലും നിന്ന് ചൈതന്യം ഭക്തനിലേക്ക് എത്തി നിറയുമ്പോൾ ഭക്തന്റെ അതാത് ഭാഗങ്ങൾ ഉത്തേജിതമാക്കുന്നു. എന്നാൽ ഇങ്ങനെ പറയുമ്പോൾ സ്ത്രീകൾ മേൽവസ്ത്രം ധരിക്കുന്നുണ്ടല്ലോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനുമാകില്ല. എന്നാൽ സ്ത്രീകൾക്ക് അമ്പലപ്രവേശനത്തിന് വസ്ത്രനിയമം വിധിക്കാത്തതിൻ്റെ പ്രധാന കാരണം സദാചാരം തന്നെയാണ്. സ്ത്രീയുടെ മാതൃത്വത്തിൻ്റെ വസ്ത്രം തുറന്നു കാണപ്പെടുന്നത് അപരാധമാകിയാൽ സ്ത്രീകൾക്ക് വസ്ത്രം അനുവദിക്കപ്പെട്ടു എന്ന് മാത്രം. ബ്രഹ്മമുഹൂർത്തത്തിൽ ഈറനെടുത്തുകൊണ്ടുള്ള ക്ഷേത്ര ദർശനം അതീവ ചൈതന്യവത്താണെന്ന് പറയുന്നുണ്ട്. ജലാംശം ശരീരത്തിൽ ഉണ്ടെങ്കിൽ ക്ഷേത്ര അന്തരീക്ഷത്തിലെ ദൈവചൈതന്യം കൂടുതൽ പ്രാണസ്വരൂപമായി ഭക്തന്റെ ശരീരത്തിൽ കുടിയേറും. സാധാരണ പ്രഭാതത്തിലും സായാഹ്നത്തിലുമാണ് ക്ഷേത്ര ദർശനം നടത്തുന്നത്. ഈ സമയങ്ങളിലാണ് പുരുഷന്മാർ മേൽവസ്ത്രം മാറ്റി ക്ഷേത്രത്തിൽ ദർശനം നടത്തണമെന്ന് വിധിക്കപ്പെടുന്നത്. പ്രഭാത സൂര്യൻ്റെയും അസ്തമയ സൂര്യൻ്റെയും രശ്മികൾ നഗ്ന ശരീരത്തിൽ പ്രവേശിക്കുന്നതിന് വിറ്റമിൻ ഡി ലഭ്യമാകുന്നത് കൊണ്ട് അതീവ ഗുണകരമാണെന്ന് ആധുനിക ശാസ്ത്രവും വെളിപ്പെടുത്തുന്നു. താങ്ക്